ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു കൂന്തൽ റോസ്റ്റാണ്. എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ കൂന്തൽ ഫിഷ് എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെയാണ് കട്ടാക്കിയെടുത്തത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇതിനെ കട്ടാക്കിയെടുക്കാം. കൂന്തൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു സ്പൂണ് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 2 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് ഇതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇവിടെ ഉള്ളി വാടിയിട്ടുണ്ട്. ഇനിയിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ അതിലോട്ട് തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഫിഷ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലോട്ട് 2 വലിയ തക്കാളി ഇട്ട് കൊടുക്കുക. ആദ്യമേ തക്കാളി ഇട്ടാൽ മസാലേൻ്റെ പച്ചമണം മാറി വരില്ല. ഇവിടെ ഞാൻ മസാലയെല്ലാം കുറച്ചാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മസാലയിൽ തക്കാളി നല്ലോണം വെന്ത് വരണം. തക്കാളിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഒരടുപ്പെടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. മസാലയിൽ വാങ്ങൽ തന്നെ വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കട്ടാക്കി വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കൂന്തലിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ തന്നെ അത്യാവശ്യത്തിന് വേണ്ട വെള്ളം ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 10-15 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. കൂന്തൽ ഫിഷിന് അധികം വേവൊന്നും വേണ്ട. കൂടുതൽ വേവിച്ചാൽ അത് റബ്ബർ പോലെ ഉണ്ടാവും. കുറച്ചും കൂടെ മല്ലിയില ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് വെക്കുമ്പോൾ നന്നായിട്ട് വറ്റി വരും. ഇപ്പോൾ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടുപ്പ് ഓഫാക്കി വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചപ്പാത്തിൻ്റെയൊക്കെ ചോറിൻ്റെയൊക്കെ എന്തിൻ്റെയൊക്കെ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.